വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ലേണേഴ്സിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് നാളെ 7-ാം തീയതി നാളെ മുതൽ ലേണേഴ്സ് ഓൺലൈനിൽ ചെയ്യാൻ ഉള്ള എല്ലാവിധ തയ്യാറെടുപ്പും ആയിക്കഴിഞ്ഞു. ഇത്രയും ദിവസം 1-ാം തീയതി ആവും എന്ന് പറഞ്ഞ് കാത്തിരിപ്പിൻ കുറേ 1-ാം തീയതി മുതൽ ഡേറ്റ് എടുത്ത ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. നിങ്ങൾ വിളിച്ച് ചോദിച്ചവർ ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോഴും ഞാൻ പറഞ്ഞു, അന്ന് തന്നെ ഞാൻ ആ ഫസ്റ്റ് ഒരു ഇതിൽ പറഞ്ഞത് ഇതിൻ്റെ പ്രോസസ്സിങ്ങിന് ഒരു പക്ഷേ ഒരാഴ്ച ടൈം എടുത്തേക്കാൻ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഡേറ്റ് എടുത്ത ആൾക്കാരുണ്ട്. പിന്നെ അതിന് പുറമെ തിങ്കളാഴ്ച ഏകദേശം ആകുന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അത് പ്രകാരം അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഏകദേശം തിങ്കളാഴ്ചത്തേക്ക് ആകുള്ളൂ. തിങ്കളാഴ്ചയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 6-ാം തീയതി. അപ്പോൾ ഇന്ന് ഏകദേശം ആ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നാളെ മുതൽ നിങ്ങൾക്ക് ലേണേഴ്സ് തുടങ്ങും. നിങ്ങൾക്ക് ലേണേഴ്സ് പരീക്ഷ അറ്റൻഡ് ചെയ്യാം. ഇനി അത് എങ്ങനെയാണ് പരീക്ഷൻ്റെ കാര്യം എന്നുള്ളത് എനിക്ക് കിട്ടിയ അറിവ് ഞാൻ നിങ്ങൾക്ക് തരാം. അതിന് മുൻപ് എനിക്ക് പറയേണ്ടത്, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ നിങ്ങൾ സമീപിക്കേണ്ടത് ഡ്രൈവിംഗ് സ്കൂളിനെ തന്നെയാണ്. നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിനെ സമീപിക്കണം. അവർ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് എങ്ങനെയാണ് ഇത് ഓൺലൈനിൽ ചെയ്യുക എന്നുള്ളതിൻ്റെ അറിവ് വേറെ ഒരു ഏജൻസികൾക്കും ഉണ്ടാവില്ല. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1/2019 മുതൽ ഡ്രൈവിംഗ് സ്കൂളുകാർ ഈ സാരഥിയുടെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതാണ്. അതായത് ഫ്രഷ് ലൈസൻസ് സാരഥി 1/1/2019 മുതലായി. ഫ്രഷ് ലൈസൻസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി നിങ്ങൾ ലൈസൻസ് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ലേണേഴ്സ് എഴുതുന്നുണ്ടല്ലോ, ഈ കേസ് 1/1/2019 മുതൽ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയതാണ്. അതിൽ ഇപ്പോൾ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്, നിങ്ങൾ ലേണേഴ്സ് ടെസ്റ്റ് എഴുതുന്നത് ഓൺലൈനായിട്ട് ചെയ്യണം. അത് വീട്ടിലിരുന്ന് ചെയ്യാം. നിങ്ങൾ ഏത് ഭാഗത്താണോ ഉള്ളത് അവിടെ ഇരുന്ന് ചെയ്യാം എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. നിങ്ങൾ ഇനിയിപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിനെ സമീപിക്കാണ്ട് നിങ്ങൾ സ്വന്തമായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും, ഇനി ഒരു വേറെ ഏതെങ്കിലും ഇപ്പോൾ അക്ഷയ സെന്റർ, ജനസേവന കേന്ദ്രം എന്നുള്ള ഭാഗങ്ങളിൽ പോയി ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുകളും ഞാൻ എന്താണെന്നുള്ളത് പറയാം. ജനസേവന കേന്ദ്രത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആവും. നിങ്ങൾക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റില്ല, റിജക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. അപ്പോൾ ഈ റിജക്റ്റ് ആയ ഈ ആപ്ലിക്കേഷനെ എന്തുകൊണ്ട് റിജക്റ്റ് ആയി എന്നുള്ളതിൻ്റെ ഒരു ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് അതിലുണ്ടാവും. ഇതിനെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മുൻകൈ എടുത്ത് ചെയ്തു തരാൻ ജനസേവാ കേന്ദ്രത്തിലാളോ അല്ലെങ്കിൽ ഈ അക്ഷയ സെൻറ്ററിലെ ആളോ വരില്ല. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ഡ്രൈവിംഗ് സ്കൂളുകാർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ് അത് അന്വേഷിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഞങ്ങൾ അതിന് വേണ്ട സൗകര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെ ഡ്രൈവിംഗ് സ്കൂളിനെ അവോയ്ഡ് ചെയ്ത് നേരിട്ട് അക്ഷയ സെൻറ്ററിൽ പോണ് എന്നുള്ളത് അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പത്രമാധ്യമങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളിനെ സമീപിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അത് കാരണമായിരിക്കാം നിങ്ങളത് ചെയ്യണമെന്ന് ഞാൻ കരുതുന്നു. ഡ്രൈവിംഗ് സ്കൂളിനെ സമീപിക്കരുത് എന്ന് പറഞ്ഞ് ലേണേഴ്സ് ടെസ്റ്റ് എഴുതാൻ ഡ്രൈവിംഗ് സ്കൂളിനെ സമീപിക്കരുത് എന്ന് പറഞ്ഞെങ്കിൽ അതിനുള്ള കാരണം ആ പരീക്ഷ ലേണേഴ്സ് ടെസ്റ്റ് ഓൺലൈനിൽ ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട് അത് ചെയ്യരുത്. കാരണം എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരനും അറിയാം അതിൽ ഏകദേശം ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, എന്താണ് അതിലെ ചോദ്യങ്ങൾ എന്നുള്ളത്. അത് വിശദമായിട്ട് ഒരു ചോദ്യം കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണെന്നും അവർക്കറിയാം. പക്ഷെ ഒരു അക്ഷയ സെന്ററുകാരന് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും, ആ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം എന്താണെന്ന് ഒരിക്കലും അറിയില്ല. ശരിയല്ലേ? കാരണം ഞാൻ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് അറിയാൻ പറ്റും എന്ന് പറയാനുള്ള കാരണം 2006 മുതൽ ഇതേ സോഫ്റ്റ്വെയർ തന്നെയാണ് 2020 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പല കാര്യത്തിലും കണ്ടും കേട്ടും ഓരോ പ്രാവശ്യങ്ങളും ആ ബുക്കുകൾ വായിച്ചും അതിൻ്റെ ഒരു അറിവ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ പരീക്ഷ എഴുതാൻ ഡ്രൈവിംഗ് സ്കൂളുകാരായിട്ട് ബന്ധപ്പെടരുത്, അതല്ലെങ്കിൽ ഇതുമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഏജൻസിയെ ബന്ധപ്പെടരുതെന്ന് പറയാനുള്ള ഒരു കാരണം, ഈ പരീക്ഷ എഴുതാൻ നിങ്ങൾ ഈ ഓൺലൈനിൽ പരീക്ഷ ചെയ്യുമ്പോൾ അത് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഇരുന്ന് ചെയ്യരുത്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ സഹായത്തോട് കൂടിയിട്ട് ആ ലേണേഴ്സ് പരീക്ഷ അറ്റൻഡ് ചെയ്യരുത് എന്നാണ് ഗവൺമെന്റും പത്രമാധ്യമങ്ങളും ഉദ്ദേശിച്ചത്. അത് വ്യക്തമായി മനസ്സിലാക്കാൻ വൈകി. നിങ്ങൾ കേട്ട പാടെ
ഇത് ചെയ്യുന്നത് ഡ്രൈവിംഗ് സ്കൂൾ മുഖാന്തരമല്ല, വേറെ പുറത്താണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയി. ഇപ്പോൾ ഇന്ന് ലേണേഴ്സ് ഇന്ന് വരെ 1, 2, 3, 4, 5 ഇല്ല, 6-ാം തീയതി ഈ 5 ദിവസം ലേണേഴ്സ്, ഏകദേശം 4 ദിവസം ലേണേഴ്സിന് ഡേറ്റ് എടുത്ത ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അതേ സമയത്ത് നിങ്ങളൊരു ഡ്രൈവിംഗ് സ്കൂളുകാരൻ്റെ ഒരു ഗൈഡൻസോ അഡ്വൈസോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുമായിരുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ ലേണേഴ്സിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയിട്ടില്ല, ആകുന്നതേ ഉള്ളൂ, നിങ്ങൾ അപേക്ഷ ഇട്ടോളൂ, അപേക്ഷ ഇടുമ്പോൾ ഞങ്ങൾ പറയാം എന്നുള്ളത് പറയുമായിരുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലൈസൻസാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ആക്ട് പ്രകാരമുള്ള ഒരു ലൈസൻസാണ് ഡ്രൈവിംഗ് സ്കൂൾ നടത്താൻ കിട്ടിയിരിക്കുന്നത്. അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമുള്ള ഞങ്ങളെ എന്തുകൊണ്ട് തഴഞ്ഞ് നിങ്ങൾ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ഓടിപ്പോയി എന്നുള്ളത് അറിയില്ല. എങ്ങനെയെങ്കിലും അതിൻ്റെ പിഴവ് മനസ്സിലാക്കിയ ആൾക്കാർ അത് ശ്രദ്ധിക്കുക. ആ ഒരു കാര്യത്തിന് വേണ്ടി ഡ്രൈവിംഗ് സ്കൂളിനെ തന്നെ പ്രിഫർ ചെയ്യുക. ഓക്കെ, ഇനി അതവിടെ ഇരിക്കട്ടെ. പിന്നെ സ്വന്തമായി വണ്ടി ഓടിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഇഷ്ടം മാതിരി എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഡയറക്റ്റ് അപേക്ഷിക്കാം. എല്ലാവരും ഇത് ഇങ്ങനെ തന്നെ അപേക്ഷിക്കണം എന്ന് പറയാം. സ്വന്തമായി വീട്ടിൽ വണ്ടിയുണ്ട്, ഡ്രൈവിംഗ് അറിയാം, അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷിക്കാം. ഇനി അപേക്ഷ മാത്രമായിട്ട് ചെയ്യാൻ ഏതെങ്കിലും ഏജൻസികളെ സമീപിക്കാം. അതല്ലെങ്കിൽ ഇത് അറിയണ ഏതെങ്കിലും ഒരാൾ എന്നെ പോലുള്ള എൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇതുപോലെ അറിയണ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളുകാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായി അത് എന്താണെന്നുള്ളത് പറഞ്ഞു തരും. അതിന് കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം. നമ്മൾ ഇതിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള രേഖകൾ എല്ലാം ഹാജരാക്കിയിരിക്കണം. ഈ കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കിയിട്ട് അതിൽ എന്തെങ്കിലും അവർക്ക് ഒരു കുറവ് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ ബന്ധപ്പെട്ട അതിൽ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ കൂടെ നിങ്ങളെ അവർ ഡിപ്പാർട്ട്മെന്റ് തന്നെ അറിയിക്കും. ഇനി അങ്ങനെ റിജക്റ്റ് ചെയ്ത അപേക്ഷ ഇന്ന കാരണം കൊണ്ടാണ് റിജക്റ്റ് ആയി എന്ന് അറിയുകയാണെങ്കിൽ അത് നിങ്ങൾ ഒരു 4 മണിക്കകം തന്നെ അതിനെ ക്ലിയർ ചെയ്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് തന്ന ഡേറ്റിന് തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അതായത് അതിൻ്റെ ടൈം കാര്യങ്ങൾ എത്രയെന്നുള്ളത് ഇപ്പോഴും അനൗൺസ് ചെയ്തിട്ടില്ല, എനിക്കറിയില്ല. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്ക് ചെയ്ത ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു 9 to 9:30, 9:30 to 10, 10 to 10:30 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനത് AM ആണോ PM ആണോ എന്ന് ചോദിച്ചു. അവർക്കറിയില്ല എന്നും പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഒരു പാസ്വേഡിൽ കൂടെയാണ് നിങ്ങളത് എൻ്റർ ആകേണ്ടത് അതിലേക്ക്. ആ പാസ്വേഡിൻ്റെ വാലിഡിറ്റി ഇപ്പോൾ 6 മണിയാകുമ്പോഴേക്കും നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടും, അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം പാസ്വേഡ് കിട്ടുമായിരിക്കും. ഒരു ദിവസത്തെ വൈകുന്നേരത്തെ 6 മണിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ പാസ്വേഡിൻ്റെ വാലിഡിറ്റി രാത്രി 12 മണി വരെ ഉള്ളൂ. അതിനകം നിങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം. അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ആ പാസ്വേഡിന് വാല്യൂ ഉള്ളൂ. 12 മണി കഴിഞ്ഞാൽ ആ പാസ്വേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അടുത്ത ദിവസം ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് ഈ ടെസ്റ്റ് എഴുതാൻ നിങ്ങൾക്ക് എങ്ങനെ എൻട്രി ചെയ്യാം? parivahan.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം അതിൽ കേരളം സെലക്ട് ചെയ്യാം. കേരളം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് LL ടെസ്റ്റ് എന്നുള്ള മെനു ഓപ്പൺ ചെയ്ത് അതിൽ LL ടെസ്റ്റ് ഓൺലൈൻ എന്നുള്ളത് തുറക്കുമ്പോൾ അതിൽ ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ പാസ്വേഡ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ലാംഗ്വേജും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൽ കയറാം. അതിൽ 50 ചോദ്യങ്ങളാണുള്ളത്. അതിൽ 30 എണ്ണം പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് അർഹനാവൂ. നിങ്ങൾ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ അതും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പാസ്സായി കഴിയുമ്പോൾ നിങ്ങൾ ഫെയിലോ പാസ്സോ എന്നുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ നിങ്ങൾക്ക് ലേണേഴ്സ് ലൈസൻസ് എടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ parivahan.gov.in എന്നുള്ള സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ സാരഥി ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിൽ ലേണേഴ്സ് ലൈസൻസ് എന്നുള്ള ഓപ്ഷനിൽ പോയി അത് നോക്കിയ ശേഷം അതിൽ പ്രിന്റ് ലേണേഴ്സ് ലൈസൻസ് എന്ന് പറഞ്ഞ ഉള്ള ഓപ്ഷനിൽ പോവുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ അതിൽ ചോദിക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഐഡിയോ അല്ലെങ്കിൽ പാസ്വേഡോ അതെന്താണെന്നുള്ളത് അറിയില്ല, അത് വന്നു കഴിഞ്ഞാൽ അറിയുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആ രീതിക്ക് പോയിട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഇനി നിങ്ങൾ ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ അതിൻ്റെ ഫെയിൽഡ് ഫീസ് അടച്ച് ഇനിയൊരു ദിവസം സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് ഇതേപോലെ ടെസ്റ്റിന് കയറാം. ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു.
എന്തെങ്കിലും വൈദ്യുതി തകരാറ് മൂലമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും പ്രോബ്ലം മൂലമോ നിങ്ങൾക്ക് ടെസ്റ്റ് നടക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വേറൊരു ഡേറ്റ് എടുത്തിട്ട് അതിലേക്ക് എൻ്റർ ആയിട്ട് വേറൊരു ഡേറ്റ് എടുത്ത് നിങ്ങൾക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഈ ലേണേഴ്സ് ടെസ്റ്റ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എങ്ങനെയാണ് അത് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ, ട്യൂട്ടോറിയൽ വീഡിയോ, അതായത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് മെസ്സേജിൻ്റെ കൂടെ അതിൻ്റെ ലിങ്ക് സെൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ലിങ്ക് സെൻഡ് ചെയ്യും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സൈറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അത് ലഭ്യമാക്കും. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നീട് നിങ്ങളെ അറിയിക്കാം. ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും സംശയമുള്ളവർ നിങ്ങൾക്ക് ഏകദേശം എൻ്റെ നമ്പർ നിങ്ങൾക്കറിയാം, 9895698369 എന്നുള്ള നമ്പറിലേക്ക് വിളിക്കാം. വിളിച്ചു കഴിഞ്ഞിട്ട് കുറേ പരാതികൾ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അത് എല്ലാവരും കൂടെ യോജിക്കുന്ന രീതിയിലുള്ള അടുത്ത ഒരു വീഡിയോയുമായിട്ട്. അതിൻ്റെ മുൻപ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ ഇത് നല്ല വീഡിയോ ആണ്, ഇത് കുറേ നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കുറേ കൂട്ടുകാരുടെ കയ്യിൽ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യരുത്. ലിങ്ക് ഷെയർ ചെയ്യണമെങ്കിൽ എൻ്റെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും എൻ്റെ എല്ലാ വീഡിയോകളിലേക്കും അവർക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ ഇത് കാണുന്നവരുടെ കൈകളിൽ ഇനിയും എൻ്റെ അടുത്ത ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഐ ആം ജഗദീഷ് ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി നമ്മൾക്ക് കാണാം അടുത്ത പാർട്ടിൽ. ഇതിപ്പോൾ 3ാമത്തെ പാർട്ടാണ്. 4ാമത്തെ പാർട്ടിൽ. ഗുഡ് ബൈ.